പറഞ്ഞ ആവേശത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇനി ഇപ്പോ സജോ ഉള്ളത് PBC ക്യാമ്പ് ആര്യാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PBC 4 തുടർ ജയം നേടിയ ടീമാണ്. ആ ആവേശം എത്രത്തോളം ഇത്തവണ പ്രതീക്ഷിക്കാം അവരിൽ നിന്ന്? ശ്രുതി ഉറപ്പായും. അതായത് 2018 മുതൽ പല വള്ളങ്ങൾ മാറിത്തുഴഞ്ഞ് തുടർച്ചയായ 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ടീമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഇത്തവണ മേൽപ്പാടം ചുണ്ടനിലാണ് വരുന്നത്. അപ്പോൾ വലിയ ആവേശമുണ്ട്. അപ്പോൾ ക്യാമ്പ് ആര്യാട് ആണ് ക്യാമ്പുള്ളത്. ആ ക്യാമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ രാവിലെ അവർ സജ്ജരാകുന്നുണ്ട്. രാവിലെയും അല്പസമയത്തിനകം അവർ റെഡിയായി ജേഴ്സിയൊക്കെ ധരിച്ച് ഇറങ്ങും. അപ്പോൾ ഇതാ എനിക്ക് പിറയിൽ കാണാൻ താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാം കൊണ്ടും ഏതാണ്ട് 8-10 ടീമുകളോളം കപ്പെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ കഠിനമായ പരിശീലനം പൂർത്തിയാക്കിയാണ് യഥാർത്ഥത്തിൽ വന്നത്. നമുക്കതിൻ്റെ ചുമതലക്കാരൊക്കെ ഇവിടെ ഉണ്ട്. വിനോദേട്ടൻ ഉൾപ്പെടെയുണ്ട്. വാ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ തന്ത്രങ്ങളൊന്നും വെളിപ്പെടുത്തണ്ട, എന്താണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം? കാരണം നമുക്ക് നല്ല ഹിസ്റ്ററി ഉണ്ട്. അങ്ങോട്ട് നിൽക്കാം, നമുക്ക് നമ്മുടെ താരങ്ങളുടെ ഒക്കെ കൂടെ തന്നെ നിൽക്കാം. ഇവരൊക്കെ ഇവിടെ രാവിലെ എല്ലാം റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ്? നമുക്ക് ഒരുപാട് ലെഗസി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ചരിത്രമുണ്ട്. ഇത്തവണയും നമുക്ക് അത് തന്നെ കഴിഞ്ഞ തവണ ഒന്നും ചെറുതായിട്ട് കാലടറി എന്ന് തോന്നുന്നു. പക്ഷേ തിരിച്ചു വരാനുള്ള എല്ലാ പഴുതും അടച്ചാണ് ഞങ്ങൾ ഈ വർഷം വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും എല്ലാ ഞങ്ങളുടെ പ്ലേയേഴ്സിന് എല്ലാവർക്കും നല്ല ആശംസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ വള്ളം 8:15 ഇറക്കും. 9 മണിയാകുമ്പോൾ ഞങ്ങൾ വള്ളത്തെ കയറി ഒന്ന് തുഴഞ്ഞ് നോക്കും അവിടെ. എന്നിട്ട് ക്യാമ്പ് അവിടുന്ന് ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുത്ത് 1:15-1:30 കൂടി ഞങ്ങൾ ഇവിടുന്ന് മത്സരത്തിനോട് പോകും. കപ്പ് കൊള്ളാത്തുരുത്തിയുടെ കരയിലേക്ക് തന്നെ വരും. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ ഒരു വിശ്വാസമില്ല ഞങ്ങൾ പോകുന്നത്. അതുപോലെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത്തവണത്തെ പ്ലസ് പോയിന്റ്. വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പരിശീലനത്തിൽ? വീട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കപ്പ് എടുത്തേ കളം വിടൂ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ആദ്യം തൊട്ട് ഇന്ന് വരെ, ഇന്നുകൊണ്ട് ക്യാമ്പ് തീരുവാണ്, ഇന്ന് വരെ ചെയ്തിരിക്കുന്നത്. റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു താളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ 2 വാക്ക് മൂളിയാലോ? പാട്ട് ഒരു രാവിലത്തെ എനർജി. എവിടെ പാട്ടുകാർ? ആശാൻ. ഓയ്യോ, ആശാനോട് എന്ത് പറയുന്നു? എന്താണ്, എല്ലാം റെഡിയല്ലേ? ഉറപ്പ് 100%. മുൻപിൻ നോക്കണ്ട, ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ കേട് ഈ വർഷം PBC തീർത്തിരിക്കും. എതിരാളികളെ നമ്മൾ നിഷ്പ്രഭരാക്കും, അത് നമ്മൾ നോക്കുന്നേ ഇല്ല. എതിരാളികൾ 8 പേര് ഞങ്ങൾക്ക് നല്ല ശക്തരായ മത്സരം ഉണ്ടെന്നുള്ള പൊതുവൊരു അഭിപ്രായം. കുറച്ച് കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും PBCക്ക് വിജയിച്ചേ മതിയാവും. അതിന്ന് PBCയുടെ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നെഹ്റു ട്രോഫിയിലൊരു കൊടി പാറിയാൽ അത് PBC പള്ളാത്തുരുത്തി. PBC രേഖപ്പെടുത്തിയ കൊടി അവിടെ ഉയർന്നു നിൽക്കും. ഉറപ്പും ഒന്നുമില്ല. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ആശാൻ പറഞ്ഞപ്പോ തന്നെ ഒരു ചെറിയൊരു പാട്ട് പാടി നമുക്കൊരു എനർജി രാവിലെ അങ്ങ് കൊടുത്താലോ? അവര് വഞ്ചിപ്പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും. രാവിലെ തന്നെ ഒരു എനർജി അങ്ങ് കയറട്ടെ, ആൾക്കാർ കാണട്ടെ PBCയുടെ ഒരു കാര്യത്തും. വള്ളംകളി സ്പോർട്സ് ആക്കണമെന്നും പറഞ്ഞ് നമ്മുടെ CK സദാശിവൻ MLA പിന്നെ നിയമസഭയിൽ പാടിയ CK തന്നെ എഴുതി CK തന്നെ പാടിയ പാട്ടിന് 4 രൂപ പാടാം കേട്ടോ. ഓക്കെ, കേരവൃക്ഷം നിരന്നാടും കേരളക്കരയിൽ ഇന്ന് കേരവൃക്ഷം നിരന്നാടും കേരളക്കരയിൽ കേളികേട്ട കലയത്ര ജലമേളകൾ, കേളികേട്ട കലയത്ര ജലമേളകൾ. കുട്ടനാടൻ ജനകീയ കലയാണി ജലമേള, ജനകീയ കലയാണി ജലമേള. കണ്ട ഒരു എനർജി. നമുക്ക് ഇത് വെച്ചൊരു PPM കൂടെ വരട്ടെ. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ബോഡിയിലൊന്നും കാണത്തില്ല, തീർത്ത് അടിക്കും. ഇവന്മാരുടെ പവർ ആശാൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിലൊന്നും കാണത്തില്ല. വേണമെങ്കിൽ ഒരു വള്ളപ്പാടും മരിക്കും, പിന്നെ അവർ മരിച്ചു വീഴത്തില്ല. ഒരു വള്ളപ്പാടും പോലും കാര്യം കളി വിജയിക്കുമെന്ന് നമ്മളങ്ങനെ കൂടുതൽ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ ഫാൻസുകാരെല്ലാം ട്രാക്ക് വിട്ട് മടങ്ങിയത്. ഈ വർഷം
എല്ലാവരും സന്തോഷിപ്പിച്ചു. അരപ്പതിറ്റാണ്ടിന്റെ തുടർച്ചയെ തകർക്കാനാവാത്ത റെക്കോർഡാണ് ശരിക്കും ഉള്ളത്. അപ്പൊ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങള് PVC പള്ളാത്തുരുത്തി 2000 PVC പള്ളാത്തുരുത്തി കാരിച്ചാൽ വള്ളത്തെ ഇട്ട റെക്കോർഡ് ടൈം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൽ പടവടി 4:12 എന്നുള്ള ടൈമിൽ PVC ട്രാക്കെടുക്കും. PVC പരാജയപ്പെടുത്തണമെങ്കിൽ 4:12 താഴെ ഇവിടെ ജയിക്കുന്നവർക്ക് ആർക്കൊക്കെ പോകും. 4:12 PVC ടൈം മുമ്പോട്ട് വെക്കണം തീർച്ചയായിട്ടും. അപ്പൊ റെഡി പോരും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. കണ്ടില്ല, അതാണ് അവരുടെ ഇപ്പോഴും ക്യാമ്പിലെ ആ എനർജി. ഇപ്പൊ ഇവര് ഫുൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അവര് വള്ളം കുറച്ച് കഴിയുമ്പോൾ നീറ്റിലേക്ക് ഇറക്കും. അവരുടെ വള്ളം മേൽപ്പാടം ചുണ്ടനാണ്. അപ്പം മേൽപ്പാടം ചുണ്ടൻ നീറ്റിലേക്ക് ഇറക്കുമ്പോൾ അവർ അങ്ങോട്ടേക്ക് തൊഴിലിന് വേണ്ടി പോകും. അതിനുശേഷം വീണ്ടും തിരികെ വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കും. അതിനുശേഷം വൈകിട്ടാണ് യഥാർത്ഥത്തിൽ മത്സരം നമുക്കറിയാവുന്നതുപോലെ ഉദ്ഘാടന ചടങ്ങൊക്കെ അതിനുശേഷം വൈകുന്നേരമാണ് നടക്കുക. പിന്നീട് ആദ്യം നടക്കുക ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് രാവിലെ നടക്കുക. അതിനുശേഷം ഹീറ്റ്സൊക്കെ വൈകുന്നേരമാണ് ഉദ്ഘാടന പരിപാടി അടക്കം നടന്നതിന് ശേഷമാണ് മറ്റ് മത്സരങ്ങൾ, ഫൈനൽ മത്സരങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷവും എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചിത്രം. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ പൊള്ളാത്തുരുത്തിയും ഈ 2018 മുതൽ അതിനിടയിൽ മത്സരം ഇല്ലാതിരുന്ന ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ തുടർച്ചയായ 5 കിരീടങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണ പക്ഷേ കാലിടറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ തിരിച്ചു വരാനുള്ള എല്ലാ ഒരുക്കങ്ങളുണ്ട്. അതിൽ തന്നെ പല വള്ളങ്ങൾ മാറിത്തുഴഞ്ഞു. അതിൽ കാരിച്ചാലിലാണ് നേരത്തെ ആശാൻ സൂചിപ്പിച്ചതുപോലെ കാരിച്ചാലിലാണ് വലിയ റെക്കോർഡ്. കാട്ടിൽ തെക്കേതിലായിക്കോട്ടെ, കാരിച്ചാലായിക്കോട്ടെ, വിയപുരം ആയിക്കോട്ടെ, അങ്ങനെ വിവിധ വള്ളങ്ങൾ മാറിത്തുഴഞ്ഞാണ് കിരീടം പൊള്ളാത്തുരുത്തി കരയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ടീം മുഴുവൻ സജ്ജമാണ്. ഇവിടെ ഇപ്പോൾ അവരുടെ ജേഴ്സി വിതരണമാണ്. അതും ഒരു ആവേശത്തോടു കൂടി ഒരു ചടങ്ങായിട്ടാണ് ഇവിടെ നടക്കുക. താരങ്ങൾക്ക്, അതായത് ഈ തുഴച്ചിൽക്കാർക്ക് ജേഴ്സി കൊടുക്കുക. അപ്പോൾ അവരുടെ ക്ലബിൻ്റെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരും. അതിനുശേഷം ജേഴ്സി വിതരണം ചെയ്യും. തുടർന്നാണ് അവരുടെ മാലിപ്പുരയിലേക്ക്, അതായത് വള്ളം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അതിനു മുൻപ് തന്നെ അവിടെ കരക്കാർ വള്ളം പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വലിയൊരു ആവേശമാണ്. അതായത് കുട്ടനാടിൻ്റെ ഒരു താളമുണ്ട്. ഈ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു കലയുണ്ട്. അതിൽ സ്പോർട്സ് ഉണ്ട്, കലയുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. മണ്ണിൻ്റെ ഒരു താളവും മണവും ഒക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ മട കെട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊരു താളമുണ്ട്, വള്ളപ്പാട്ടിനൊരു താളമുണ്ട്, തുഴച്ചിലിനൊരു താളമുണ്ട്. കുട്ടനാടിന് തന്നെ അങ്ങനെ ഒരു സംഗീതമുണ്ട്. അതിലൊരു സ്പോർട്സിൻ്റെ ഒരു കായിക ഇനം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിൻ്റെ വീറും വാശിയുണ്ട്. നേരത്തെ ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോരാട്ടത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഇരുട്ടുകുത്തിയും വെപ്പ് വള്ളങ്ങളും ഒക്കെ അതിന് പിന്തുണ നൽകിയ വള്ളങ്ങളാണ്. അത് പിന്നീട് മത്സര വള്ളംകളിയായി മാറി എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ കുട്ടനാടിൻ്റെ ഇപ്പോൾ കൊയ്ത്തിനായിക്കോട്ടെ, വിതയ്ക്കായിക്കോട്ടെ, കൃഷിക്കൊരു താളമുണ്ട്. അങ്ങനെ കുട്ടനാടിൻ്റെ ഒരു കാർഷിക സംസ്കൃതിയുടെ പോരാട്ട വീരത്തിൻ്റെ ഒക്കെ താളം യഥാർത്ഥത്തിൽ ഈ വള്ളംകളി മത്സരത്തിലാകെ ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ തികവുറ്റ മത്സരം ഒരുക്കാൻ കഴിയുന്നു എന്നത് സംഘാടകർ പറയുന്നുണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇപ്പോൾ ആധുനിക സംവിധാനം, ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ പിഴവുകളൊന്നുമില്ലാതെ മത്സരം ഒരുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം സംഘാടകർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രൊഫഷണൽ, ഇക്കുറി പല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇതര സംസ്ഥാന തുഴച്ചിൽക്കാർക്ക് 25% പാടുള്ളൂ. അതുകൂടാതെ ഒന്നാം സമ്മാനം 25 ലക്ഷമാണ്. അങ്ങനെ 25 ലക്ഷം, പിന്നീട് 20 ലക്ഷം, അങ്ങനെ മത്സര തുകയിൽ വർധനവുണ്ട്. ഒപ്പം ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തവണത്തെ വള്ളംകളി ഒരുപാട് മാറ്റങ്ങൾക്ക് കൂടി വിധേയമാണ്. ഒന്ന് സമ്മാനം തന്നെയാണ്. ഒന്നാം സമ്മാനത്തിന് 25 ലക്ഷം എന്ന നിലയ്ക്ക് നിശ്ചയിച്ചു. അതുകൂടാതെയുള്ള ക്രമീകരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികവുറ്റ മത്സരം ഒരുക്കുക. അതുകൂടാതെ ഈ തുഴച്ചിൽക്കാരുടെ എണ്ണം സംബന്ധിച്ച്, അതിൻ്റെ ശതമാനം സംബന്ധിച്ചൊക്കെ പിന്നീട് രൂപപ്പെട്ട ട്രെൻഡുകളിൽ മാറ്റം വേണം എന്ന തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രാദേശികമായി ഉള്ള തുഴച്ചിൽക്കാർ ആയിരിക്കണം 75%, 25% മാത്രം ഇതര സംസ്ഥാന തുഴച്ചിൽക്കാർ പാടുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കരകൾ തമ്മിലുള്ളൊരു വാശി അത് സ്വാഭാവികമായി തന്നെയുണ്ട്. അതുകൂടാതെ താരങ്ങളെ ഇറക്കി തികച്ചും പ്രൊഫഷണലായി തന്നെ മത്സരം മുന്നോട്ട് പോകണം എന്ന നിർബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായ ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജേഴ്സി വിതരണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ജേഴ്സി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശരി സജു, എന്തായാലും അവർ തയ്യാറെടുക്കുമ്പോഴേക്ക് സജുവിലേക്ക് തിരിച്ചു വരാം.